ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ കേട്ടോ. മഴ എന്ന് പറയുമ്പോൾ മഴയല്ലേ, എന്നാലും ഇന്ന് ഭയങ്കര ചൂട് കേട്ടോ. വൈകിട്ട് തിരുനക്കര ഉത്സവമൊക്കെ ആയിട്ട് നല്ല മഴയായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ചൂട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ത്രെഡിങ് വന്നു, അതാ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചാൽ താഴെ ഇരുന്ന് നമുക്ക് വീഡിയോ ചെയ്യാം എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നല്ല ഒരു ആൻറ്റി ഏജിങ് ഒരു മുഖത്തിടാൻ പറ്റുന്ന ഒരു നല്ല ഒരു സൂപ്പർ പാക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു മോർണിംഗ് റുട്ടീൻ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നും അത് കണ്ടിട്ടില്ല. പക്ഷേ കണ്ട കുറച്ച് ആൾക്കാർ വാട്സപ്പ് വന്നു ചേച്ചി നൈറ്റ് റുട്ടീൻ കൂടെ പറയണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അത് ഞാൻ പറയാം, അത് ഞാൻ നാളെ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഒരു 40, 50, 55, 60, 65 വയസ്സായ ഓരോരുത്തരൊക്കെ പറഞ്ഞേക്കുന്നു, ശുഭേ നമുക്ക് നല്ലതുപോലെ ഈ മുഖത്തൊരു സോഫ്റ്റ് ആവാനും ഗ്ലോ വരാനും എന്നാലൊട്ട് കളർ വരാനും ഒരു കോള് വന്ന് കൊറിയറിൽ നിന്ന് എപ്പോഴും വിളിക്കും കേട്ടോ. ഫ്രെമ്മിലാണ് ഞാൻ എൻ്റെ നമ്പർ വയ്ക്കുന്നത്, പക്ഷേ അവർ ഫസ്റ്റ് എന്നെയാണ് വിളിക്കുന്നത്. എപ്പോഴും വരുന്ന ഒരു കോളാകട്ടോ. ഇതിപ്പോൾ 2-3 പ്രാവശ്യം വന്നപ്പോൾ എനിക്കറിയാമായിരുന്നു കൊറിയറിൽ നിന്നാണ്. അവരിനി വിളിച്ചെടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചെങ്കിലോ എന്നോർത്താണ് ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് വിളിച്ചത്. അതെങ്ങനെയാണോ 2 നമ്പറിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫ്രെമ്മിലാണ് എൻ്റെ നമ്പർ കൊടുക്കുന്നത്. എൻ്റെ നമ്പർ ഫസ്റ്റ് വിളിക്കും. പോട്ടെ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു മുഖത്ത് നമ്മൾ ഇടാൻ പറ്റിയ ഒരു 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 പ്രധാന കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, സ്കിൻ ടൈറ്റ് ആവാനായിട്ട് മുട്ടയുടെ വെള്ള നല്ല ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആ മുട്ടയുടെ വെള്ളയുടെ കൂടെ നമുക്ക് 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഇരട്ടി ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. ഞാൻ എപ്പോഴും കറി വയ്ക്കാൻ നേരമൊക്കെ അതിൻ്റെ പീസ് വെന്ത് കഴിയുമ്പോൾ ഞാനതെടുത്ത് മുഖത്ത് നന്നായിട്ട് തേച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാനത് ഓർത്തോർത്ത് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പതിവ് വീഡിയോസൊക്കെ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ എന്നോട് കുറേ പേര് പറഞ്ഞായിരുന്നു, മോളെ എനിക്ക് 70 വയസ്സായവർ വരെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ 65 75 ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. ഒരു റൊട്ടീനും തുടങ്ങിയില്ല എങ്കിൽ പോലും ഇനിയാണെങ്കിലും ഒരു ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ കയ്യിൽ വാങ്ങിക്കുക. പിന്നെ അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അത് മറന്നു പോയി വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കണം അല്ലേ. നിങ്ങളെല്ലാവരും വാട്സപ്പിൽ വന്നല്ല കമൻ്റ് ഇടണ്ടേ, വീഡിയോയുടെ അടി വന്ന് കമൻ്റ് ഇടണം. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നല്ലേ, കതിരെ കൊണ്ട വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അല്ലേ ശുഭ നായർ വ്ലോഗിൻ്റെ കാര്യം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് വാട്സപ്പിൽ വന്ന് കമൻ്റ് ഇട്ട് എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്, വീഡിയോയുടെ അടി വന്ന് വേണം, വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ താഴെ വന്ന് വേണം കമൻ്റ് ഇടാൻ എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടനെ അത് കണ്ടില്ലെങ്കിലും എന്തായാലും ആ ദിവസം രാത്രിയാകുന്നതിന് മുന്നേ ഞാനത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾ ഈ വാട്സപ്പിൽ വന്ന് ഇങ്ങനെ ഇത് ചോദിക്കരുത് ദയവ് ചെയ്ത്. പിന്നെ എനിക്ക് കാണുമ്പോൾ ഒരു വിഷമം, അതുകൊണ്ട് ഞാൻ അങ്ങ് മറുപടി തരുകയും ചെയ്യും. ഞാനാണ് നിങ്ങളെ വഷളാക്കിയത്. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയും, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടണേന്ന് പറയും. അപ്പോൾ സാരമില്ല, പോട്ടെ, പ്രായമായ 2-3 അമ്മമാരും ഒക്കെയാണ് ഇട്ടേക്കുന്നത്, സാരമില്ല. അത് ചോദിച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ശുഭക്കുട്ടി ചെയ്ത് തുടങ്ങേണ്ടത്? ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ വാങ്ങിക്കുക. അല്ലെങ്കിൽ മക്കളോടൊക്കെ പറഞ്ഞാണെങ്കിലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് മേടിക്കുക. നമ്മൾ കുളി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തില്ല എങ്കിലും മുഖത്ത് നമ്മുടെ ഓയിൽ, അമ്മയുടെ ഈ പറഞ്ഞവരുടെ എല്ലാവരുടെയും കയ്യിൽ എൻ്റെ ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ തേച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ നിങ്ങളുടെ സ്കിന്നിന് കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓയിൽ തേച്ചുള്ള കുളി മാത്രം മതി നമുക്ക് കളർ വരാനും പക്ഷേ എങ്കിലും പ്രായം മുന്നോട്ട് ഒരു 40+ നമുക്ക് എന്തെങ്കിലുമൊക്കെ പായ്ക്കുകളും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്ന നമ്മുടെ ഫേസിന് നല്ലതാണ് കേട്ടോ. നമ്മൾ അയ്യോ വയസ്സായേ ഇനിയൊന്നും നമ്മളെക്കൊണ്ട് നമ്മുടെ മുഖത്തിന് ഒന്നും ചെയ്യണ്ട, ചിലർ പറയും ഇത്രയും പ്രായമായ ഞാനിനി എന്തോ ചെയ്യാനായിട്ടാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഇന്നിപ്പോൾ എൻ്റെ ഫോണിൻ്റെ ആണോ എന്നറിയത്തില്ല, അപ്പടി കറുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഇവിടെ ഒരു മിറർ ഇരിപ്പുണ്ട്, ആ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ല കളറും ഇതിൽ ഫോണിൽ നോക്കിയിട്ട് ഒരു മങ്ങൽ പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ.
എന്താണെന്നറിയത്തില്ല, ഫോണിൻ്റെ എന്തോ ഒരു ലൈറ്റോ പ്രശ്നങ്ങളോ വല്ല ആയിരിക്കും. ഇത് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഒന്നുകൂടി ഇരുണ്ട പോലെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആരും വിചാരിക്കേണ്ട കേട്ടോ. നമുക്കെല്ലാവർക്കും നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ചുളിവുകളും ഫൈൻ ലൈൻസും ഒക്കെ ആയി തുടങ്ങി, ഇനിയിപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. നിങ്ങൾ ഇനിയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് തുടങ്ങി നോക്കിക്കേ. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിക്കും, ശുഭ ഏതാണ്ടൊക്കെ കിടന്ന് പറയുന്നുണ്ട്, ഞാനൊന്നും എൻ്റെ മുഖത്ത് ഇതുവരെയും തുടങ്ങിയിട്ടില്ല, എൻ്റെ മുഖത്ത് ഇങ്ങനെയൊന്നും ഇനി എന്നാ ചെയ്യാനാ ഇത്രയും പ്രായം. അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടോ. പ്രായമായവർ ഒന്നും അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരുന്ന് പോയത്. അപ്പം ഇനിയാണെങ്കിലും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സംരക്ഷിച്ചാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആ ഡിഫറൻസ് നമ്മുടെ ഫേസിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ശുഭക്കുട്ടിയുടെ ഓയിൽ തേച്ച് മുഖം സുന്ദരമായി, മുഖം വെളുത്ത്, മുഖം ഗ്ലോവെന്ന്, മുഖത്തെ കറുത്ത്. നമ്മുടെ ആൻറ്റി ഏജിങ് സ്പോട്സുകൾ, അതായത് കറുപ്പും ചുമപ്പും ഒക്കെ നമുക്ക് പ്രായം മുന്നോട്ട് ചെല്ലുന്തോറും നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് കൂടിയിട്ട് പ്രായത്തെ വിളിച്ച് കാണിക്കുന്നതാണ് ഈ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ്. ചെറിയ ചെറിയ കറുത്ത പാടുകൾ കുത്തു പോലെ നമ്മുടെ മുഖത്ത് വരും. ചിലരുടെ ഫേസിൽ അത് റെഡ് കളറിലാണ് വരുന്നത്. ഒരു 30+ ഒന്നും സൂക്ഷിക്കാത്ത ഒരു ഫേസ് ആണെങ്കിൽ ഒരു 30+ അത് ഉറപ്പായിട്ടും വന്നിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഒരു മോയ്സ്ചറൈസറൊക്കെ കൊടുത്ത് നമ്മൾ നല്ലപോലെ ഒന്നും നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ചാൽ, നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു നറിഷ്മെൻറ്റ് കൊടുത്ത് നമ്മളൊരു ഡ്രൈനെസ് മാറ്റി അങ്ങനെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഫേസിന് വരുന്ന ഗ്ലോ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് പോട്ടെ. അപ്പം ഞാൻ ഇന്ന് നൈറ്റ് റൊട്ടീൻ ചെയ്യാവുന്നോർത്തോണ്ട് ഞാൻ ഇരുന്നത്. പക്ഷേ ഫേസിൽ ഇടാൻ പറ്റിയ ഒരു പായ്ക്ക് തന്നെ ആവട്ടെ എന്ന് കരുതി. ആൻറ്റി ഏജിങ് ആകട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ ഒരു 35 ഒക്കെ മേളിലോട്ടൊക്കെ ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൊളാജിൻ പ്രവർത്തനമൊക്കെ കുറയും. നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ്റെ പ്രവർത്തനം കുറയും. കൊളാജിൻ പ്രവർത്തനം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ഡ്രൈ ആകും നമ്മുടെ ഫേസ്. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരും പാർലറി ഫേഷ്യലൊക്കെ ചെയ്യാൻ വരുന്ന ഒന്നും ചെയ്യാതെ ഇവിടെ 2 സൈഡിൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈനെസ് വരും. മൂക്കയിൽ ഇങ്ങനെ വെട്ടുപോലെ വരും. കണ്ണാടി വയ്ക്കുന്നിടത്ത് ഭയങ്കര കറുപ്പ് വരും. കണ്ണിൻ്റെ അടിയിൽ ഫൈൻ ലൈൻസ് വരും. ഇവിടെ ചുണ്ടിൻ്റെ അടിയിൽ ലൈനുകൾ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. കഴുത്തേലാണ് ആദ്യം തന്നെ ചുളിവുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ പിടിച്ചു നിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് മത്തങ്ങ. പംകിൻ സീഡ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാൽ സൂപ്പറാണ്. ഇപ്പം നമ്മുടെ നട്ട്സുകളൊക്കെ വിൽക്കുന്ന കടയിൽ ഈ ഒരു സാധനവും വെച്ചേക്കും. അതിനോടൊപ്പം തന്നെ പ്രാധാന്യമായി ഇതിനും. അപ്പോൾ നമ്മൾ തൊലി, അതിൻ്റെ സ്കിന്ന് കളയണ്ട കേട്ടോ. നമ്മൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ വയ്ക്കാറില്ലേ? മത്തങ്ങ എരിശ്ശേരി വയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ തൊലി ചെത്തിക്കളയും കേട്ടോ. പക്ഷേ അതിൻ്റെ തൊലിയും കളയരുതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ തൊലിയിലും 100 ഗുണങ്ങളുണ്ട് കേട്ടോ. വൈറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പരിരക്ഷിക്കാനായിട്ടൊരു കാര്യമാണ് വൈറ്റമിൻ ഇ ആണ് നമ്മുടെ ഓയിലിനകത്ത് അടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ചാലും നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് വൈറ്റമിൻ ഇയുടെ ചെറിയ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ഇവിയോൺ എന്ന് പറഞ്ഞേ. അതാണെങ്കിലും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് സിറം പോലെ ഫേസിലൊക്കെ ഒന്ന് ഇതാക്കി വെക്കുവാണെങ്കിലും നല്ലതാകട്ടോ. എല്ലാം കൂടെ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവല്ലേ കേട്ടോ. ആർക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പീസ് എടുക്കുക. അല്ലെങ്കിൽ മത്തങ്ങ അരിശ്ശേരി വയ്ക്കുന്ന സമയത്താണ് എനിക്ക് വലിയ ഇഷ്ടമാണ് കപ്പളങ്ങ അരിശ്ശേരി, മത്തങ്ങ അരിശ്ശേരി കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഈ ക്വാർട്ടേഴ്സിൽ കിടന്ന് കുഞ്ഞിലെ ആണെങ്കിലും വല്ലപ്പോഴും കിട്ടുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനോടൊക്കെ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ അതിൻ്റെ ഒരു പീസ് എടുത്ത്, അതിൻ്റെ സ്കിൻ കളയാതെ അതിൻ്റെ ഒരു പീസ് എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഞെങ്ങ് കൊള്ളുന്ന പോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വെന്തിട്ടേ എടുക്കാവുള്ളൂ. നല്ലതുപോലെ കൈ കൊണ്ട് അതിനെ നല്ല സോഫ്റ്റായിട്ട് പീച്ച് ഉടച്ചെടുക്കുക. നമ്മുടെ സ്കിന്നിൽ ചെയ്യേണ്ടതാണ്. കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇതായിട്ട് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇതായിട്ട്. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ മുഖത്ത് എന്താണെന്നറിയോ കാണിക്കാത്തേ? ഞാൻ രാവിലെ ഓയിലൊക്കെ തേച്ച് കുളിച്ചു. ഇനി എനിക്ക് ഉത്സവത്തിൽ തൊഴാൻ പോകണം. പിന്നെ വൈകുന്നേരം മോടെ എക്സാം ഇന്നുകൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്നലെയും കൊണ്ട് എക്സാം കഴിഞ്ഞു.
ബയോളജി ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമാണ് ഇന്ന്. അപ്പോൾ ഇന്നും കൊണ്ട് തീർന്നു. അപ്പോൾ ഇന്നും കൊണ്ട് വൈകുന്നേരം മുതൽ ഞങ്ങൾ കുറേ കൂടുതൽ നേരം അമ്പലത്തിൽ പോയി നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിനി വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പം ഇത് എടുത്ത് എല്ലാം വേവിച്ചെല്ലാം എടുത്ത് മുഖത്ത് തേക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങ നന്നായിട്ട് വേവിച്ച് ഉടച്ചിവിടെ മാറ്റി വെച്ചു. അതിലേക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത് എന്താണെന്നറിയുമോ? മുട്ടയുടെ വെള്ള ഇതിനകത്തോട്ട് ഒഴിച്ചു വെച്ചു. അതിനകത്തോട്ട് വീണ്ടും നമ്മുടെ തേൻ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. എഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഗുണങ്ങളറിയാം, തേനിൻ്റെ ഗുണം അറിയാം. തേനിനെ പോലെ ഇത്രയും നല്ലൊരു മോയ്സ്ചറൈസർ വേറെ ഉണ്ടോ? അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഗുണങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിയാൽ ഓരോ ഗുണങ്ങളാണ് സ്കിന്നിന് നല്ല എല്ലാ. അപ്പോൾ ഇത് മൂന്നും കൂടെ ആയി കഴിയുമ്പോഴോ എന്നിട്ട് ഇത് മൂന്നും കൂടെ ആക്കി ഒരു ബൗളിലാക്കി ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഈ മൂന്നും കൂടെ അതിലേക്ക് ഒഴിക്കുക. ഒറ്റ കറക്കേ കറക്കാവുള്ളൂ. കാരണം ചൂടാവരുത്, മിക്സിയുടെ ആ ഒരു ഇതും കൊണ്ട് ചൂടാവരുത് കേട്ടോ. ഈ മിശ്രിതം ഒരു കറക്കി നമ്മുടെ ബൗളിലേക്ക് വീണ്ടും ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കണ്ണിനടിയിൽ, നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളും, നെറ്റിയേൽ, കഴുത്തേലൊക്കെ മസാജ് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്നറിയാമല്ലോ. മിച്ചം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും ഫുള്ള് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ എല്ലാം ഈ റിങ്കിൾസ് കൂടുതലായിട്ട് വരാൻ ഏറ്റവും അവർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് കണ്ണിൻ്റെ അടിയും ഇവിടെ ഒക്കെ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചില പായ്ക്കുകളിട്ടാൽ ഒട്ടുമേ സംസാരിക്കരുത്. ഈ ഒരു മത്തങ്ങായും തേനും എഗ് വൈറ്റും കൂടെയുള്ള ഈ ഒരു പായ്ക്കിട്ടാൽ നമ്മൾ സംസാരിക്കുകയേ ചെയ്യരുത്. അരമണിക്കൂർ മസ്റ്റായിട്ടും വെച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചിരിക്കാനോ സംസാരിക്കാനോ പാടില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ ഇപ്പം മുട്ടയുടെ എഗ് വൈറ്റിന് ഒരു ഭയങ്കര മണമല്ലേ, എഗ് വൈറ്റ് ഇട്ടാൽ വേറെ എന്തെങ്കിലും ഇട്ട് കഴുകിക്കളയണമെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഒന്നും വേണ്ട, നല്ല തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ മോയ്സ്ചറൈസർ, നിങ്ങളുടെ കയ്യിലൊരു മോയ്സ്ചറൈസർ കാണുമല്ലോ, ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ പൂർണ്ണമായി പായ്ക്ക്. ഇത് നമുക്ക് 1.5 ദിവസങ്ങളിൽ നമ്മുടെ ഫേസിലിട്ട് കൊടുക്കാം. ഫേസിൽ, കഴുത്തിൽ കേട്ടോ. പിന്നെ കയ്യിലൊക്കെ കൂടുതൽ ഡ്രൈനസ്സും കാര്യങ്ങളും ചുളിവുകളൊക്കെ ഉള്ളവർക്കും ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ല ഒരു ഫേസിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ പ്രായം ചെല്ലുന്തോറും നമ്മുടെ ഇലാസ്റ്റിസിറ്റി കുറയാനും നമ്മുടെ കൊളാജൻ പ്രവർത്തനം നിൽക്കാനും ഒക്കെ അതിനായിട്ടുള്ള ഒരു പ്രായത്തെ തോൽപ്പിക്കാനുള്ള ഒരു ഇതാണ് നമ്മുടെ ഇന്നിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ മത്തങ്ങ പ്ലസ് എഗ് വൈറ്റ് പ്ലസ് തേന്, ഇത് മൂന്നും കൂടെ ഉള്ള ഈ ഒരു പായ്ക്ക് നമുക്ക് 1-2 ദിവസങ്ങളിൽ ഫേസിൽ, കഴുത്തിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ശുഭ ഓയിൽ തേക്കുമ്പോൾ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. നമ്മൾ കുളിക്കുന്നതിന് മുന്നെയാണ് ഓയിൽ ഇട്ട് കൊടുക്കുന്നത് അല്ലേ. ഓയിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ ഞാൻ ഓയിൽ തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പായ്ക്കുകൾ നമുക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് നല്ലത് കേട്ടോ. എപ്പോഴും ഏത് പായ്ക്കിട്ടാലും വൈകുന്നേരം 5 മണിക്ക് ശേഷം, അതായത് വെയിൽ ഒന്ന് ആറിയതിന് ശേഷമാണ് നമുക്ക് എപ്പോഴും പായ്ക്കുകൾ നമ്മുടെ ഫേസിലെ പായ്ക്കുകളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മുഖത്തിട്ട് കൊടുക്കുക നല്ലത് കേട്ടോ. രാവിലെ തന്നെ ഇത്, അല്ലെങ്കിൽ പിന്നെ ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ഓയിൽ തേച്ച് കൊടുക്കുക. മോയ്സ്ചറൈസറിന് പകരമായിക്കോളും ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് സോപ്പ്, ഫേസ് വാഷ് മുഖത്ത് തേച്ച് പോകരുത് കേട്ടോ. അപ്പം വെറുതെ പയറുപൊടി ഇട്ട് നമ്മൾ വെറുതെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫോണിൻ്റെ കുഴപ്പമാണോ ഞാൻ നോക്കട്ടെ. എനിക്ക് നന്നായിട്ട് ഈ ഫോണിനകത്ത് എന്തോ ഒരു കളർ കുറവ് പോലെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല വെട്ടവും വെളിച്ചമല്ല, അങ്ങോട്ട് മൂടലും ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് നോക്കട്ടെ. നമുക്ക് വൈൻഡപ്പ് കൊടുക്കുന്നത് അങ്ങോട്ട് മാറി നിന്ന് കൊടുക്കാവേ. ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കിയതാണ് കേട്ടോ. ഇനി ഫോണിൻ്റെ കുഴപ്പമാണോ, ഒരു കളറ് പക്ഷേ എഴുന്നേറ്റ് നിന്നപ്പം കുറച്ച് കളർ വന്ന പോലെ തോന്നി കേട്ടോ. എന്തോ ഒരു ഇരുന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എന്തോ ഒരു ഇതുപോലെ കേട്ടോ. ഫോണിൻ്റെ ആണോ എന്താണെന്നറിയില്ല. ഇനി വല്ല ഫോണിൻ്റെ എന്തെങ്കിലും മാറിക്കിടക്കുന്നതാണോ, ഒരു ഫിൽറ്ററും കാര്യങ്ങളും ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഈ ഫോണിൽ. അപ്പം എന്തായാലും പിള്ളേരാരെങ്കിലും വന്നിട്ട് ചോദിക്കാം അല്ലേ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.